ആപ്പിളിൽ നിന്ന് നമുക്ക് 2021 ഏപ്രിലിൽ കിട്ടിയ അവരുടെ ആദ്യത്തെ ട്രാക്കിംഗ് ഡിവൈസാണ് ആപ്പിൾ എയർടാഗ്. ഈ ട്രാക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അത്ര ഫേമസ് അല്ലെങ്കിലും പുറത്തൊക്കെ നല്ലോണം ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നു വയ്ക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രാക്കിംഗ് ഡിവൈസ്. അതിൽ പണ്ടോട്ടുള്ള ഫേമസ് ആയ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ടൈലാണ്. പിന്നെ അത് കഴിഞ്ഞ് സാംസങ്ങിൽ നിന്ന് സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗ് ഡിവൈസ് ഇപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആപ്പിളിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ് ഈ ആപ്പിളിൻ്റെ എയർ ടാഗ് എന്ന് പറയുന്നത്. അതും ആപ്പിൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോലും അതിനകത്തോടെ പെർഫെക്ഷൻ കാണും. അപ്പോൾ അതേണക്ക് തന്നെയാണ് ഈ എയർ ടാഗിനകത്ത് വന്നേക്കുന്നത്. അത് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിയെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഈ ആപ്പിൾ എയർ ടാഗ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ റിവ്യൂ ഇപ്പോൾ നമ്മൾ ഒരുപാട് താമസിച്ചാണ് ചെയ്തേക്കുന്നത്. ഏതാണ്ട് 2 മാസമായിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയതിന് ശേഷം. അത് ഈ റിവ്യൂ വൈകിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ പ്രൈസിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് കൂടുതലെന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് അല്ല കൂടുതൽ. അതായത് ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര കൂടിയൊന്നും നിൽക്കുമല്ല, കോമ്പറ്റീഷൻ ഒപ്പം തന്നെ നിൽക്കുന്ന കണക്കാണ്. അതായത് നമുക്ക് ഈ ഒരു എയർ ടാഗ് മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3190 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ ഈ പ്രൈസിങ് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയ ഒരു പ്രൈസിങ് ആണ്. പക്ഷെ നമുക്ക് സാധാരണ ഇങ്ങനത്തെ ഒരു ഡിവൈസ് വരുമ്പോഴത്തേക്കും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഹോൾ കാണും. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു കീറിങ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ഹോൾ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അതിന് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം വേണം. പക്ഷെ നമുക്ക് ഈ എയർ ടാഗ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇതൊരൊറ്റ കേസിങ് കണക്കിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എവിടെ ഒരു ഹോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആക്സസറി കണക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആക്സസറി വാങ്ങിക്കണം. അത് ആപ്പിളിൽ നിന്ന് ആ ആക്സസറി വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ പ്രൈസിങ് നല്ല കൂടി നിൽക്കുകയാണ്. അതായത് നമുക്ക് ഈ യൂണിറ്റിനെക്കാട്ടിയും പ്രൈസ് കൂടിയാണ് ചില ആക്സസറീസ് വരുന്നത്. അതിന് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറിംഗ് ആണ് നമ്മൾ വാങ്ങിക്കാൻ സാധ്യത കൂടിയൊരു സാധനം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കീ ചെയിൻ കണക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഒരു ലെതർ കീറിംഗ് ആണ്, പക്ഷേ അതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 3590 ഇന്ത്യൻ റുപ്പീസാണ്. അതായത് നമുക്ക് ഈ ഒരു എയർ ടാഗും ആ ഒരു കീറിംഗും കൂടെ ഒരുമിച്ച് വാങ്ങിക്കണമെങ്കിൽ 6780 റുപ്പീസാണ്. അതായത് ഈ ഒരു ട്രാക്കിംഗ് ഡിവൈസ് എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയ ഒരു ട്രാക്കിംഗ് ഡിവൈസായി മാറുവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു ഞാൻ റിവ്യൂ ചെയ്യാൻ മടിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് തേർഡ് പാർട്ടി ആക്സസറീസ് ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒറിജിനൽ ആക്സസറി ഒന്നുമല്ല, അതിന് ഒരു തേർഡ് പാർട്ടി ആക്സസറിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കേസോളജി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എയർടാഗ് വോൾട്ട് എന്ന് പറയുന്ന ഒരു ആക്സസറിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $20 ആണ്. അതിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അത് പുറത്തൊക്കെ തന്നെ ഇത് പ്രീ ഓർഡർ വന്നേക്കുവാണ്. പക്ഷേ ഈ സംഭവം കൊള്ളാം. അതായത് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എയർ ടാഗിൻ്റെ കൂടെ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു യൂണിറ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രൈസിങ് അപ്പോഴും നല്ല കൂടി തന്നെ നിൽപ്പുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ആമസോൺ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചീപ്പായിട്ടുള്ള ആക്സസറീസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. പക്ഷേ അതിനൊക്കെ മുമ്പായിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, അതും ഇതിൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാക്കറിൻ്റെ ഡിസൈനും അതിനൊക്കെ ഇത് എങ്ങനെ പെയർ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ അതിനൊക്കെ മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച ട്രാക്കേഴ്സിനകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ട്രാക്കർ എന്ന് പറയുന്നത് ഈ എയർ ടാഗ് തന്നെയാണ്. അതായത് പ്രൈസ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ ഈ ആക്സസറിയും കൂടെ വാങ്ങിക്കുമ്പോൾ പ്രൈസ് ഇച്ചിരി കൂടിപ്പോയാൽ പോലും ഏറ്റവും ബെസ്റ്റ് ട്രാക്കിംഗ് ഡിവൈസ് തന്നെയാണ്. പിന്നെ അതിലൂടെ തന്നെ ഈ ട്രാക്കിംഗ് ഡിവൈസ് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ മറന്നു വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ കീ ഒക്കെ മറന്നു വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിംഗ് ഡിവൈസ് എപ്പോഴും ഒരു ഗുണകരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ നോക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതെന്ന് പറയുന്നത് നമുക്ക് സാധാരണയുള്ള ട്രാക്കിംഗ് ഡിവൈസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. കാരണം സാധാരണയുള്ള ട്രാക്കിംഗ് ഡിവൈസിനകത്ത് ഒരു ഹോൾ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഇല്ല. അതിന് പകരം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഒറ്റ കേസിംഗ് ആണ്. അത് ഈ വൈറ്റ് കേസിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെയാണ്. അതിനകത്ത് നമുക്കൊരു ഗ്ലോസ് ഫിനിഷാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അത് സ്ക്രാച്ച് നല്ലോണം ആവുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ക്യാപ്പ് കണക്കൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ഭയങ്കര അട്രാക്റ്റീവ് ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അതൊന്നുമല്ല ഇവിടെ വേണ്ടത്. അതിന് പകരം ഇത് ഒരുപാട് കോമ്പാക്റ്റ് ഒരു ഡിവൈസായിട്ട് നിൽക്കണം. അതാണ് സാധാരണ ട്രാക്കിംഗ് ഡിവൈസിനകത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡിസൈൻ കോമ്പാക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ കനം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് വാളറ്റിലൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് വെയിറ്റ് നോക്കുവാണെങ്കിൽ 11 ഗ്രാംസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആക്സസറിയും കൂടെ അറ്റാച്ച് ചെയ്താൽ പോലും വെയിറ്റ് ഒരുപാട് കൂടത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡിസൈനകത്ത് അങ്ങനെ ആ ഒരു ഫോം ഫാക്ടറിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാപ്പ് കണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാപ്പിന് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കുവാണെങ്കിൽ, അതായത് നമ്മൾ അമർത്തിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കുവാണെങ്കിൽ ഇത് തുറന്നു വരും. അപ്പോൾ ഇത് തുറക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്താണ് ഇതിൻ്റെ ബാറ്ററി ഉള്ളത്. ഈ ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ ലൈഫ് ആപ്പിൾ പറഞ്ഞേക്കുന്നത് നമുക്ക് ആദ്യം വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും 1 വർഷത്തോളം ഇതിൻ്റെ ബാറ്ററി നിൽക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ട്രാക്കിംഗ് ഡിവൈസ് കളയണ്ട, അതായത് എയർ ടാഗ് കളയേണ്ട ആവശ്യമില്ല. ഈ ബാറ്ററി മാറ്റിയാൽ മതി. അത് ഈ ബാറ്ററി എന്ന് പറഞ്ഞൊരു വില കുറഞ്ഞ ബാറ്ററി തന്നെയാണ്. സാധാരണ ഉള്ള കോയിൻ സെൽ ബാറ്ററിയാണ്. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന CR2032 എന്ന് പറഞ്ഞ കോയിൻ സെൽ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് ആപ്പിൾ ഇങ്ങനെ ആക്കിയൊരു കാര്യം ഏറ്റവും എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു ഡിവൈസ് അതുകൊണ്ട് തന്നെ അത് കുറേ കാലം നിൽക്കുകയും ചെയ്യും. കുറേ കാലം നിൽക്കും എന്ന് പറയാൻ വേറെ കാര്യങ്ങളുണ്ട്. ഈ ഡിവൈസിന് IP റേറ്റിംഗ് ഉണ്ട്. IP67 റേറ്റഡ് ഡിവൈസ് തന്നെയാണ് എയർ ടാഗ് എന്ന് പറയുന്നത്.
അതായത് 1 മീറ്റർ 30 മിനിറ്റത്തേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് ഈ എയർടാഗിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ മഴയത്തൊക്കെ അറിയാതെ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ പോലും നമുക്ക് അന്നേരം പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അത് ചീത്തയായി പോകത്തൊന്നുമില്ല. അപ്പോൾ അത് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ എയർടാഗിനകത്ത് സ്പീക്കറുണ്ട്. അതായത് നമുക്ക് സ്പീക്കറിൻ്റെ ഗ്രില്ലോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ സ്പീക്കറുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പീക്കർ വർക്ക് ആവുന്നത് എങ്ങനെയാണ്? ഈ പ്ലാസ്റ്റിക് കേസിംഗ്, ഈ വെള്ള പ്ലാസ്റ്റിക് കേസിങ്ങിനകത്തു നിന്നാണ് നമുക്ക് സൗണ്ട് കിട്ടുന്നത്. അതായത് ഈ പ്ലാസ്റ്റിക് കേസിംഗ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് കേസിങ്ങിനകത്ത് കൈ വെക്കുകയാണെങ്കിൽ സൗണ്ട് കുറഞ്ഞു പോകും. പക്ഷേ നമുക്ക് അല്ലാതെ കവർ ആവാതിരിക്കുകയാണെങ്കിൽ നല്ല ലൗഡ്നെസ് ഉണ്ട്. അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈനകത്തുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹോൾ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എക്സ്ട്രാ ആക്സസറി വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാറ്റാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് കാലം നല്ലോണം തന്നെ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ഡിവൈസും കൂടിയാണ്. അപ്പോൾ ആ ഒരു രീതി നോക്കാൻ നേരത്ത് നമുക്ക് ഈ ഒരു ഡിസൈൻ പ്രശ്നം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് അങ്ങനെ വലിയ പോരായ്മ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ പെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പെയർ ചെയ്യണമെങ്കിൽ ഇതൊരു ആപ്പിൾ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ഐപാഡ് വേണം. അപ്പോൾ ഐഫോണോ ഐപാഡോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിവൈസിനെ നമ്മുടെ ആ ഐഫോണിൻ്റെ ഐപാഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ തന്നെ ആ പെയറിംഗ് സ്ക്രീൻ വരും. അപ്പോൾ പെയറിംഗ് പ്രോസസ് വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ നമ്മൾ പെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണോ അല്ലെങ്കിൽ ഐപാഡോ iOS 14.5 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സോഫ്റ്റ്വെയർ വേർഷനിലായിരിക്കണം, എന്നാൽ മാത്രമേ പെയർ ചെയ്യാൻ പറ്റൂ. അത് നിങ്ങളിതൊരു ഐഫോണോ അല്ലെങ്കിൽ ഐപാഡോ വഴി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിനകത്ത് കൊടുത്തിരുന്ന ആപ്പിൾ ഐ ഡി ആയിട്ട് സിങ്ക് ആവും. അതായത് നമുക്ക് വേറെ ഏതൊക്കെ ഡിവൈസിനകത്ത് ആ ആപ്പിൾ ഐ ഡി വഴി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് വഴിയൊക്കെ ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രാക്കിംഗ് കാര്യം എന്ന് പറയുന്നത് അത് വർക്ക് ആവുന്നത് ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ആപ്പിൽ കൂടിയാണ്. അപ്പോൾ ആ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഐഫോണിനകത്തുണ്ട്, ഐപാഡിനകത്തുണ്ട്, ഇനി വാച്ചിനകത്ത് കിട്ടുന്നുണ്ട്, അത് കണക്ക് തന്നെ നമുക്ക് മാക്കിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എല്ലാം വഴി ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് വഴി ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാക്കിങ്ങിനകത്തും കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നതും ഈ ട്രാക്കിംഗ് മെത്തേഡ് തന്നെയാണ്. അത് ഇവിടുത്തെ ട്രാക്കിംഗ് മെത്തേഡിനകത്താണ് ആപ്പിളിൻ്റെ എയർ ടാഗ് ബാക്കിയുള്ള ട്രാക്കിംഗ് ഡിവൈസിനെ കാട്ടിയൊക്കെ മികച്ച് നിൽക്കുന്നത്. അതായത് ട്രാക്കിംഗ് മെത്തേഡിനകത്ത് അങ്ങനെ ഒരു മികവ് വരാനുള്ള കാരണം ഈ ഫൈൻഡ് മൈ നെറ്റ്വർക്കാണ്. അതായത് ആപ്പിളിൻ്റെ ഫൈൻഡ് മൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം എല്ലാ ഐഫോൺസിനകത്തും ഐപാഡിനകത്തും ഉള്ളൊരു കാര്യമാണ്. അതായത് നമുക്കിവിടെ ആപ്പിൾ പറഞ്ഞേക്കുന്ന ഒരു നമ്പർ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഡിവൈസിനകത്ത് ഈ ഫൈൻഡ് മൈ നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും ഡിവൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാക്കിംഗ് രീതി വളരെ എളുപ്പത്തിൽ തന്നെ ആപ്പിളിന് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതായത് ഒരു എയർ ടാഗ് ട്രാക്കിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബ്ലൂടൂത്ത് സെക്യൂർ സിഗ്നൽ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ഐപാഡ്, അതായത് ഫൈൻഡ് മൈ നെറ്റ്വർക്കിനകത്തുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഡിവൈസ് ഇത് പിടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്ലൗഡിലേക്ക് വിടും, ഐക്ലൗഡിലേക്ക് വിടും. അപ്പോൾ ഈ ഐക്ലൗഡിലേക്ക് ഇത് പോകാൻ നേരത്ത് തന്നെ ഈ ലൊക്കേഷൻ സിഗ്നൽ വന്നേക്കുന്ന എയർ ടാഗ് ആരുടെയാണോ, അതായത് ഏത് ആപ്പിൾ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തേക്കാണോ ആ ആപ്പിൾ ഐ ഡിയുടെ ഫൈൻഡ് മൈ നെറ്റ്വർക്കിനകത്ത് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. അതും ആ ഒരാൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ, വേറെ ആർക്കും ഇത് കാണാൻ പറ്റത്തില്ല. ആപ്പിളിന് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ വലിയൊരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് ഐഫോണും ഐപാഡും ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ഐഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും വലിയ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ ഇതിൻ്റെ ട്രാക്കിംഗ് ഒരുപാട് നല്ലോണം ചെയ്യാൻ പറ്റും. അതായത് ഒരു വേൾഡ് വൈഡ് ട്രാക്കിംഗ് കണക്കാണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ആപ്പിൾ മാപ്സിനകത്ത് ഈ ഡിവൈസ് ഇപ്പോൾ എവിടെ എത്തി അത് കണക്ക് തന്നെ ലൊക്കേഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഏതൊക്കെ ഫൈൻഡ് മൈ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളുടെ അടുത്തൂടെയൊക്കെ ഇത് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ലൊക്കേഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാക്കിംഗ് സിസ്റ്റം നല്ലോണം തന്നെയാണ് വന്നേക്കുന്നത്. അതും ഞാനത് ഭയങ്കര ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, കേരളത്തിലുള്ളൊരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയില്ല. പക്ഷേ എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാക്കിങ്ങിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിനകത്ത് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിനകത്ത് തന്നെയാണ് ഈ ഡിവൈസ് ഉള്ളതെങ്കിൽ നമുക്ക് അന്നേരം കണ്ടുപിടിക്കാനും ഒരുപാട് എളുപ്പം തന്നെയാണ്. അതായത് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ട്രാക്ക് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൗണ്ട് പ്ലേ ചെയ്യാം. അപ്പോൾ സൗണ്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിനെ മുമ്പേ കാണിച്ച സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കിതിനകത്ത് U1 ചിപ്പുണ്ട്. അതായത് നമ്മുടെ ഈ എയർ ടാഗിനകത്തൊരു U1 ചിപ്പുണ്ട്. അപ്പോൾ U1 ചിപ്പുള്ള ഐഫോൺസ് ഉണ്ടെങ്കിൽ ആ ഐഫോൺസ് എന്ന് പറയുന്നത് iPhone 11 അല്ലെങ്കിൽ 11 Pro, 11 Pro Max അല്ലെങ്കിൽ 12 സീരീസിലുള്ള ഏതെങ്കിലും ഒരു ഐഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പ്രിസിഷൻ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. അത് ഈ U1 ചിപ്പ് എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഐഫോൺ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിസിഷൻ ട്രാക്കിംഗ് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണിക്കും. അതായത് നമ്മൾ എങ്ങോട്ട് വളയണം, എങ്ങോട്ട് തിരിയണം, അത് കറക്റ്റായിട്ട് അങ്ങ് എത്തും. അത് മാത്രമല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടി തന്നെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, വൈബ്രേഷൻ ഫീഡ്ബാക്ക് നമ്മുടെ ഫോണിനകത്ത് വരുന്നുണ്ട്. അത് വൈബ്രേഷൻ്റെ രീതിക്കകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും നമ്മൾ ആ ഡിവൈസിൻ്റെ അടുത്ത് എത്താൻ നേരത്ത് തന്നെ. അത് മാത്രമല്ല അത് വേറെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മീറ്ററോളം തന്നെ ഈ പ്രിസിഷൻ ട്രാക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡിവൈസിൻ്റെ 30 മീറ്ററിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രിസിഷൻ ട്രാക്കിംഗ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്കിങ്ങനെ U1 ചിപ്പ് ഇല്ലാത്ത ഐഫോൺ ആണെങ്കിൽ അതിനകത്ത് പ്രിസിഷൻ ട്രാക്കിംഗ് ഇല്ല. നമുക്ക് ഈ ഡിവൈസിൻ്റെ അടുത്താണെന്ന് മാത്രമേ കാണിക്കൂ. അപ്പോൾ നമുക്ക് ആ സൗണ്ട് പ്ലേ ചെയ്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ U1 ചിപ്പ് ഉണ്ടെങ്കിൽ ഈ എയർ ടാഗായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത ട്രാക്കിംഗ് ആണ്, സൗണ്ട് പ്ലേ ചെയ്ത് നോർമലി ബാക്കിയുള്ള ട്രാക്കേഴ്സൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും അതിനൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രാക്കിംഗ് രീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രാക്കിങ്ങിനകത്ത് തന്നെ ആപ്പിൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിക്കകത്ത് അവർ നല്ലോണം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആപ്പിളിൽ നിന്നല്ല ആർക്കും ഇതിനകത്തുള്ള ലൊക്കേഷനൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ പോലും ആർക്കും കാണാൻ പറ്റത്തില്ല. അതെല്ലാം ഈ ആപ്പിൾ ഐ ഡിയിലുള്ള ആൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതായത് നിങ്ങളൊരു എയർ ടാഗിനകത്ത് ഏതെങ്കിലും ഒരു ആപ്പിൾ ഐ ഡി ആയിട്ടാണ് ലിങ്ക് ചെയ്താണ് ഇതിനെ പെയർ ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റൂ, വേറെ ആർക്കും ഇത് കാണാനും പറ്റത്തില്ല, ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രൈവസിയുടെ കാര്യത്തിനകത്ത് ആപ്പിൾ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡിവൈസ് വരുമ്പോഴത്തേക്കും ഈ പ്രൈവസിയുടെ കൂടെ തന്നെ നമുക്ക് വേറെ കുറച്ച് സംശയങ്ങൾ കൂടെ വരാം. അതായത് നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ, അത് നമുക്കിങ്ങനെ ഇത്ര നല്ല ട്രാക്കിംഗ് സിസ്റ്റവും നല്ല നെറ്റ്വർക്കൊക്കെ ഉണ്ടെന്ന് പറയുവാണെങ്കിലും ഇത് കളഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലോസ്റ്റ് മോഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ലോസ്റ്റ് മോഡ് എന്നൊരു ഫീച്ചർ ചിലപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഐഫോൺസ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എയർടാഗിൻ്റെ അടുത്തൂടെ, കളഞ്ഞു പോയ എയർടാഗിൻ്റെ അടുത്തൂടെ ഒരു ഐഫോൺ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ലൊക്കേഷൻ ഇത് അപ്ഡേറ്റ് ആവും, നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ലോസ്റ്റ് മോഡ് എനേബിൾ ചെയ്യാൻ പറ്റും. അത് ഈ ലോസ്റ്റ് മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കളഞ്ഞുപോയ എയർടാഗ് ആരെങ്കിലും കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോൺ നമ്പർ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത് ഈ കോൺടാക്ട് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഇത് കണ്ടുപിടിക്കുന്ന ആളുടെ കയ്യിൽ, അതായത് ഈ എയർടാഗ് കണ്ടുപിടിക്കുന്ന ആളുടെ കയ്യിൽ ഐഫോൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പോലും അതിനകത്ത് NFC ഉണ്ടെങ്കിൽ ആ NFC പോർഷനിലേക്ക് നമ്മുടെ എയർടാഗ് കൊണ്ടുവരുവാണെങ്കിൽ അതിനകത്തൊരു ബ്രൗസറിനകത്ത് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഓപ്പൺ ആയി വരും. അതായത് നമുക്ക് ഈ എയർടാഗിനകത്ത് ഒരു NFC ചിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ആവുന്നത്. അത് നമുക്ക് ഐഫോൺ ആണെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ ഫൈൻഡ് മൈ ആപ്പ് വഴി ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എയർടാഗ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് മൈ നെറ്റ്വർക്ക് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റണം. അഥവാ നമുക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ലോസ്റ്റ് മോഡ് എനേബിൾ ചെയ്തിട്ട് നമുക്ക് പിന്നെയും കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂട്ടാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം നല്ലതാണ്. അതുമാത്രമല്ല ഈ ഡിവൈസ് ഇത്രയും സെക്യൂർ ആയതുകൊണ്ടും നല്ല രീതിയിൽ തന്നെ ട്രാക്കിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇനിയൊരു സംശയം വരാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കെതിരെ ആരെങ്കിലും ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാലോ? അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇത് വെച്ച് നമ്മളാരെങ്കിലും ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അത് അത്ര എളുപ്പത്തിൽ നടക്കാൻ പറ്റൊരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എയർടാഗ് എന്ന് പറഞ്ഞ സംഭവം ഏതെങ്കിലും ഒരു ആപ്പിൾ ഐഡി ആയിട്ടായിരിക്കും ലിങ്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഐഫോൺ വഴിയായിരിക്കും ഇതിനെ ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലിങ്ക് ചെയ്തേക്കുന്ന ഡിവൈസിൻ്റെ അടുത്ത് മാറി കുറച്ച് സമയം കഴിയുവാണെങ്കിൽ ഒരു സൗണ്ട് വരും. അത് മാത്രമല്ല ഫൈൻഡ് മൈ നെറ്റ്വർക്ക് ഉള്ള ഒരു ഐഫോൺ ആണെങ്കിൽ അതിനകത്ത് കാണിക്കുകയും ചെയ്യും ഒരു അൺനോൺ എയർടാഗ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം, അതിനൊക്കെ ഇതിനെ ഡിസേബിൾ ചെയ്യാം. അതും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് അനാവശ്യമായ ഒരു ട്രാക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ആരെങ്കിലും ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യം ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എയർടാഗിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ്. ഇപ്പോൾ ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിനായാലോ, അതായത് കറക്റ്റായിട്ടുള്ള ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിനായാലോ, പ്രൈവസി നോക്കുകയാണെങ്കിലോ, സെക്യൂരിറ്റി നോക്കുകയാണെങ്കിലോ, അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കിയാൽ പോലും നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിന്, ഈ ഡിവൈസിൻ്റെ മാത്രം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വേർത്തായ ഒരു ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ താക്കോലോ അല്ലെങ്കിൽ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് ഐഫോൺസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് U1 ചിപ്പ് വരുന്ന ഒരു ഐഫോൺ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നല്ല ഉപയോഗകരമായ ഒരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഈ എയർടാഗിനകത്ത് ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ കാണും. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഡിസേബിൾ ചെയ്യുന്ന ചിലപ്പോൾ സംശയം കാണും. അപ്പോൾ ഇത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ഈ കേസിങ് ഊരിയിട്ട്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസിങ് ഊരിയിട്ട് ആ ബാറ്ററി ഊരി കഴിഞ്ഞാൽ ഇതങ്ങ് ഡിസേബിൾ ആവും. അപ്പോൾ അതാണ് ഡിസേബിൾ ചെയ്യേണ്ട രീതി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ എയർടാഗ് നമുക്ക് കളഞ്ഞു കിട്ടുവാണെങ്കിൽ, ഏതെങ്കിലും ഒരാൾക്ക് കളഞ്ഞു കിട്ടുവാണെങ്കിൽ ഈ എയർടാഗ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു ആപ്പിൾ ഐഡി ആയിട്ട് ലിങ്ക് ചെയ്തേക്കുവാണെങ്കിൽ ആ ആപ്പിൾ ഐഡിയിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്താൽ മാത്രമേ ഇതിനെ വീണ്ടും പെയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഓണർ ഇതിനെ റിമൂവ് ചെയ്താൽ മാത്രമേ ഇത് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.